കൊല്ലം ഓച്ചിറ വവ്വാക്കാവിൽ മണപ്പള്ളി ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്ത ആംബുലൻസ് തലകീഴായി മറിഞ്ഞു. ആംബുലൻസിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്ക്. കൊല്ലം വടിമുക്ക് ജംഗ്ഷന് പടിഞ്ഞാറ് വശമാണ് ഈ അപകടം ഉണ്ടായത്. കണ്ണൻ നായർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ആ CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, കണ്ടാൽ പേടിയാകും. അതിനകത്തുണ്ടായിരുന്ന ആളുകൾ ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് ആണോ? അതിൽ ആളുകളുടെ ആരോഗ്യ സ്ഥിതി എങ്ങനെയാണ് കണ്ണൻ? എത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു അപകടമാണ് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആര്യ. ഇന്ന് ഏതാണ്ട് 3:45 അപകടമുണ്ടായത്. വവ്വാക്കാവിൽ നിന്ന് മണപ്പള്ളിയിലേക്ക് പോകുന്ന ഭാഗത്ത് വടിമുക്ക് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ വെച്ചാണ് ആംബുലൻസ് നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായും തകർന്നു വീഴുന്നു. തൊട്ടു പിന്നാലെ 3 തവണ കർണം മറിഞ്ഞാണ് ആംബുലൻസ് മറ്റൊരു മാവിൽ ഇടിച്ചു നിൽക്കുന്നത്. അതിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 5 പേരും രോഗികളായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവർ എന്തിനാണ് പോയത്? ഇത്രയും അമിത വേഗത്തിൽ എങ്ങനെയാണ് പോയത്? രോഗിയുമായൊക്കെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അപകടാവസ്ഥയിലുള്ള ഒരാളെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഇത് രോഗിയുമായി പോയ ഒരു ആംബുലൻസ് അല്ല, പക്ഷേ അമിത വേഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയാണ് പോയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും ഭാഗത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്.